പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വയനാടാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരമാണ് നാട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ രാത്രി വൈകുന്നേരം രാത്രി ഒരു 11:30 നമ്മളിവിടെ എത്തിയത് കേട്ടോ. വരാൻ കുറച്ച് വൈകി, പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് വരാൻ കുറച്ച് വൈകി. അപ്പോൾ ഇന്ന് വയനാട് ഉള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കനൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ അവക്കാട ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അവക്കാട വേണ്ടിയില്ല, അവക്കാട അത് ഇത് നമ്മൾ പട്ടൻ്റെ മരമാണ് കേട്ടോ. നമ്മൾ കറുകപ്പട്ടല്ലേ, അതിൻ്റെ മരമാണിത്. കണ്ടില്ലേ, ഇത് പിന്നെ നമുക്കിതിൻ്റെ ഈ തൊലികളൊക്കെ പൊളിച്ചിട്ട് പിന്നെ ഉണക്കിയിട്ടാണ് നമ്മൾ കറുകപ്പട്ട ഈ ബിരിയാണിയിൽ ഇറച്ചിയിലൊക്കെ ഇടാൻ നമ്മൾ ഉപയോഗിക്കുന്ന കറുകപ്പട്ടൻ്റെ മരമാണ് കേട്ടോ. വലിയൊരു മരമാണ്. നമുക്ക് ഇതിൻ്റെ ഈ തടിമുള്ള ഈ ഇതുണ്ടല്ലോ, തടിമുള്ള ഈ തൊലി വിരിച്ചെടുത്തിട്ട് നമുക്ക് ഉണക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒന്നാന്തരം കറുകപ്പട്ട കിട്ടും കേട്ടോ. ഇത് കറുകപ്പട്ടൻ്റെ ഒരു മരമാണ് കേട്ടോ. കറുകപ്പട്ടൻ്റെ ഇതാണ് കറുകപ്പട്ടൻ്റെ മരം കേട്ടോ. ഈ ഒരു മരം ഞാൻ കാണിച്ചില്ലേ, നമ്മൾ ഇവിടുന്ന് ഈ തൊലി ഇങ്ങനെ എടുത്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ കറുകപ്പട്ട ഒക്കെ എടുക്കുന്നത്. ഇത് ചിക്കു സപ്പോട്ടൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു പിന്നെ ഇതാണ്. ഇത് കായ്ച്ചിട്ടില്ല. പിന്നെ ഇത് കണ്ടില്ല, ചക്ക ഇപ്പോൾ നല്ല ഇവിടെ പിന്നെ ഇതുണ്ടായത് ഇവിടെ കേടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പഴുത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ഈ ഒരു ചക്ക നല്ല പഴുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഇവിടെയും ചക്ക ഉണ്ട്. പിന്നെ നിറയെ ചക്കയാണ് കേട്ടോ. നമ്മളവിടെ ഇങ്ങനെ എത്ര ഷേപ്പ് വൃത്തിയുള്ള ചക്ക നമ്മളവിടെ ഇങ്ങനെ ഉണ്ടായി കാണലില്ല. പിന്നെ ഇത് കണ്ടോ, ഏലം. നമ്മളെ നാട്ടിൽ ഏലം കായ പിടിക്കണില്ല കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഇതുണ്ടല്ലേ, ഒക്കെ ഏലം നല്ല കായ പിടിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇതിൻ്റെ പൂവ് തന്നെ വരുന്നുണ്ട്, അത് കേടായി പോവും. പിന്നെ ഇവിടെ കുരുമുളകുണ്ട്. എന്തോ ഒരു കിളി ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയും ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ചെടികൾ ഇവിടെ ഇങ്ങനെ ഇതുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ശതാവരിക്കിഴങ്ങിൻ്റെ വേറൊരു രൂപമുണ്ട്. ശതാവരിക്ക് നമ്മളെ നാട്ടിലുള്ള ആ ശതാവരിക്കിഴങ്ങല്ല, പിന്നെ വള്ളിയല്ല എന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ഇലക്കൊരു വ്യത്യാസം കാണുന്നുണ്ട്. കണ്ടില്ല, ഇതിൽ അവക്കാട ഉണ്ടോ? അവക്കാട ഈ മരത്തുമ്പോൾ നല്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അവക്കാട നല്ല വലിയ അവക്കാടാണിത്. ഈ ഒരു ചക്ക ഉണ്ടല്ലോ, ഒരു പ്രത്യേക നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ചക്ക ഉണ്ടാവില്ല കേട്ടോ. ഇതിന് മുള്ളൊന്നുമില്ല കേട്ടോ. ഇതൊരു പഴുത്തിട്ടൊന്നുമില്ല, പിന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഇതിനൊരു മുള്ളില്ലാത്തൊരു ചക്കയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് നല്ല കാണാൻ ഭംഗിയുണ്ട് ഈ ചക്ക. ഇതിങ്ങനെ ഇത് രണ്ട് പിന്നെ ചക്കയാണിത് കേട്ടോ. ഇത് ഒട്ടിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇരട്ടച്ചക്ക പറഞ്ഞ മാതിരിയാണ് ഇത് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഞാൻ ശരിക്ക് കാണിച്ചു തരാം. കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഇതോടെ ഇത് ഒട്ടിയിട്ടാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, ഈ പ്ലാവുമ്പോൾ നല്ല ചക്ക ഉണ്ട് കേട്ടോ. ഒക്കെ നിറയെ ചക്ക ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്ലാവുമ്പോഴും നല്ല ചക്കയാണ്. മുകളിലൊക്കെ ചക്ക ഉണ്ട്, നിറയെ ചക്ക ഉണ്ട്. ഇത് ഇവിടെ പൂച്ചെടി ഉണ്ട് കേട്ടോ. പൂച്ചെടി നല്ലൊരു കളറുള്ള പൂച്ചെടിയാണിത്. ഈ മാങ്ങ ഉണ്ടില്ലേ,
ചെറിയൊരു പിന്നെ മാവാണിത് കേട്ടോ. വലിയ പിന്നെ വലിപ്പമൊന്നുമില്ലാത്ത ഒരു മാവാണ്. നല്ല ഒരു മാങ്ങ. മുകളിലൊക്കെ മാങ്ങ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഒക്കെ മാങ്ങ ഉണ്ട്. ഈ പൂവ് നമ്മളെ വീട്ടിലുള്ള പൂവാണ് കേട്ടോ. അത് കാണാൻ പിന്നെ അതൊരു പ്രത്യേക ഒരു കളറാണ്. ഈ കളർ നമ്മളെ അടുത്തില്ല. അതിൻ്റെ ഒരു കമ്പ് നമുക്ക് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകണം. ഇത് ഗ്രാമ്പൂവിൻ്റെ ഒരു മരമാണ് കേട്ടത്. ഇതിലാണ് ഗ്രാമ്പു ഉണ്ടാവുക. ഇവിടെ ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. ഫാഷൻ ഫ്രൂട്ട് നല്ല ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കൊല ആയിട്ട് നല്ലൊരു വിലയുള്ളൊരു ഫ്രൂട്ടാണ് ഇപ്പോൾ അത് കേട്ടോ. നമുക്ക് പനിയൊക്കെ ഉണ്ടെങ്കിലും പിന്നെ മഞ്ഞപ്പിത്തം, അതേമാതിരി പിന്നെ കൊറോണക്കൊക്കെ ഇത് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇത് നല്ലൊരു പനി ഉണ്ടെങ്കിൽ പനി മാറാനൊക്കെ ഇത് നല്ലൊരു ഔഷധമാണ് കേട്ടത്. കരിമ്പ് ഉണ്ട് കേട്ടോ. അത് കരിമ്പ് കണ്ടില്ല, നല്ല വണ്ണമുള്ള കരിമ്പാണ് കേട്ടോ. അത് നമുക്ക് പോകുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോകണം. ആ ഭാഗത്തുണ്ട് കരിമ്പ്. പിന്നെ ഈ ചെടീൻ്റെ പൂവ് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ. ഇതിൻ്റെ കമ്പ് പിന്നെ കുത്തിയാൽ നമുക്ക് ഇതിൻ്റെ തൈ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതൊരു കാലത്ത് ഇത് നല്ലൊരു ട്രെൻഡ് ആയിരുന്നു. എല്ലാ വീട്ടിലും ഇതുണ്ടായിരുന്നു, നമ്മളെ വീട്ടിലുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം, പെട്ടെന്ന് ഇത് പിന്നെ നശിച്ചു പോകും, പിന്നെ ഉണങ്ങിപ്പോകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മകൾ. പെട്ടെന്ന് നമ്മൾ ഒരു ദിവസം നനക്കാൻ വൈകിയാലും അതുകൊണ്ട് ഉണങ്ങി പോകാണ്ടാവുക. ഒരു നാരങ്ങയാണ് കേട്ടോ. അത് വടുവപ്പള്ളി നാരങ്ങ എന്ന് പറയും. അവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ ഉണ്ട് നാരങ്ങയാണിത്. വടുവപ്പള്ളി നാരങ്ങ എന്നൊക്കെ പറയാം. നല്ല നമുക്ക് അച്ചാറൊക്കെ ഇടാൻ പറ്റും. പക്ഷെ അത് കുറഞ്ഞ കയ്പ്പുണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പേരക്ക ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, പേരക്ക ഉണ്ട്. ഇവിടെ ഒരു ഫാഷൻ ഫ്രൂട്ട് ചാടിക്കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെയൊക്കെ മാങ്ങ ഒക്കെ ചാടിക്കിടക്കുന്നുണ്ട്. അത് കേടാ എന്താ അറിയില്ല. പിന്നെ ഇത് കണ്ടോ, ഇത് ബോൾസയാണ് കേട്ടത്. ബോൾസ നല്ല പൂക്കളാണ്, നല്ല കളറുള്ള പൂക്കളാണ്. പിന്നെ അതിലും വലിയ പിന്നെ ഇതുണ്ട് കേട്ടോ. നമ്മളത് ഒന്നുകൂടി കാണിച്ചു തരാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു അതിൻ്റെ 2 പൂവാണിത് കേട്ടോ. ഇത് നോക്ക് എത്ര വലിപ്പമുണ്ടെന്നോ. ഇത് മറ്റേ പൂവിനെക്കാട്ടിലും വലിപ്പമുണ്ട് കേട്ടോ. നമ്മളെ കയ്യിൻ്റെ ആ ഒരു പിന്നെ കൈ ഫുള്ള് മറക്കണ അത്ര വലിപ്പമുള്ളൊരു ആന്തൂറിയത്തിൻ്റെ പൂവാണിത്. നല്ല വലിപ്പമുള്ള, നമ്മളവിടെ ഒന്നും ഇങ്ങനത്തെ ആന്തൂറിയം അത്ര വലിയ പൂക്കൾ കാണലില്ലല്ലോ. അപ്പോൾ ഇത് എത്ര വലിപ്പമുള്ള പിന്നെ പൂവാന്ന് നോക്കി. നല്ല കളറും ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ കുറച്ച് ഇതിൻ്റെ അത് കാലാവധി കഴിഞ്ഞിട്ടാണ് ഈ കളർ വരുന്നത്. ഇത് നല്ല വലിപ്പമുള്ള പൂവാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയുണ്ട്. അതിൻ്റെ മുന്നേ ഞങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയൊക്കെ നമുക്കൊരു 500 ലൈക്കെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. അതുപോലെ നിങ്ങൾ
പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, സോറി പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാനിനി വീഡിയോ പിന്നെ നീട്ടിക്കൊണ്ടുപോകണില്ല, ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റ് വയനാടുത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.